Runners, the countdown is over. January 11, the streets of Kozhikode are ചേട്ടാ നാളത്തേക്കുള്ള പ്രാക്ടീസ് ആണോ? ഇവിടെ 5 കിലോമീറ്റർ ഓടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നടക്കുമെന്ന് കണ്ടറിയാം. പക്ഷേ കണ്ണൂരിൽ 5 കിലോമീറ്റർ ഞാൻ ഓടിയിരുന്നു, അത് ഭയങ്കര സക്സസ് ആയിരുന്നു. ഇപ്പോൾ കോഴിക്കോട് എവിടെ പോയാലും ഫുള്ള് മാരത്തോൺ, ചർച്ച, പ്രാക്ടീസ് എല്ലാം കംപ്ലീറ്റ് ഒരുക്കങ്ങളായെന്ന് തോന്നുന്നല്ലേ? എന്താ പ്രൊമോട്ടർ പറയുന്നുണ്ട്? നമ്മൾ 1500 രജിസ്ട്രേഷനിൽ ഫിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് 2000-ന് മുകളിൽ പോയി. എന്നിട്ടും പ്രഷേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്ത്, കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് നിന്ന് 12 സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ. അതിൻ്റെ പുറമെ കെനിയ, ദുബായ് എന്നീ സ്ഥലത്തു നിന്നും ആൾക്കാർ ഓടാൻ വരുന്നുണ്ട്. ഇത് മാരത്തോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ടൂറിസം കൂടി കണക്ഷനായി. എന്താ വെച്ചാൽ കോഴിക്കോട്ടേക്ക് ആൾക്കാർ വരാനും കോഴിക്കോടിൻ്റെ ടൂറിസം സാഹചര്യങ്ങൾക്കും കൂടി ഒരു അവസരമായി ഇത് മാറിയിരിക്കുകയാണ്. ഇന്ത്യാസ് VKC ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസർ. പിന്നെ നമ്മൾ മൈത്ര ഹോസ്പിറ്റലുണ്ട്, കൂടെ KVR ഹുണ്ടായി ഉണ്ട്, മിൽമയുണ്ട്, ലുലു മോൾ ഉണ്ട്, എല്ലാവരും ഉണ്ട് അതിൽ. സാർ ഇതിൽ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ പുറമേ ഉള്ളവർക്ക് കോഴിക്കോടിൻ്റെ ഒരു അട്രാക്ഷൻ വന്നിട്ടുള്ളത് പാരഗണിൻ്റെ ഫുഡാണ്. ഓടിക്കഴിഞ്ഞവർക്ക് ഒരു പ്രോട്ടീൻ ആഹാരങ്ങളുള്ള ഒരു ഫുഡ് പാക്കേജാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എല്ലാ ടൈപ്പ് ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ 76 വയസ്സ് പ്രായമുള്ള ആൾ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. റൺ ടുഗദർ ഗെറ്റ് സ്ട്രോങ്ങർ, നമ്മുടെ ക്യാപ്ഷൻ നാളെ ഏറ്റെടുത്തു. നമുക്ക് ഓടാം, ലെറ്റസ് റൺ. നാളെ ഓടുന്നുണ്ടോ? നാളെ 5K രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സംഘാടന ഓട്ടം കൂടി എങ്ങനെ ഉണ്ടാവും അറിയില്ല. Be strong, see you at the starlight. റൺ ടുഗെദർ ഗെറ്റ് സ്ട്രോങ്ങർ എന്ന് പറയുന്ന ഒരു നല്ലൊരു സന്ദേശം. കാരണം എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതും അതുപോലെ തന്നെ എല്ലാവരും അവനവൻ്റെ ആരോഗ്യം മികച്ച രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. വിജയേട്ടാ, അപ്പം 3 കാറ്റഗറി അല്ലേ? കൃത്യം 4:30, 5:30, 6:30 അങ്ങനെയാണ് മത്സരം. അതെ. അപ്പോൾ അതിൽ 4:30ക്കാണ് നമ്മളുടെ 21 കിലോമീറ്ററിൻ്റെ തുടക്കം. അത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഫ്രീഡം സ്ക്വയറിൽ നിന്ന് തുടങ്ങി നേരെ കോതി ബീച്ചിലേക്ക് പോകും. കോതി ബീച്ചിൽ നിന്ന് ടേൺ ചെയ്ത് ഇതേ വഴി തന്നെ വീണ്ടും പുതിയ ഹാർബറിലേക്ക് പോകും. അവിടുന്ന് തിരിച്ച് ഇവിടെ ഒന്ന് സമാപിക്കും. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി 5:30ക്ക് തുടങ്ങുന്നത് 10 കിലോമീറ്ററിൻ്റെയാണ്. അത് നേരെ ഈ എടക്കൽ ഭാഗത്തേക്ക് പോകും. അവിടത്തേക്ക് പോയി ആ ബീച്ചിൻ്റെ അടുത്ത് പോയി തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ സമാപിക്കും. പക്ഷേ അടുത്തതാണ് രസം. അതായത് 6:30ക്ക് തുടങ്ങുന്നതാണ് ഏറ്റവും രസം. അതൊരു കുടുംബത്തിൻ്റെ ഓട്ടമായിരിക്കും. അത് 5 കിലോമീറ്ററാണ്. അത് ശരിക്കും ഒരു കോമ്പറ്റീഷൻ അല്ല, ഫൺ റൺ ആണ് അത്. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? കൂടി ആരൊക്കെ ഉണ്ട്? വിജയേട്ടാ, ഒപ്പം തന്നെയാണ്. നമ്മുടെ 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ട്രാക്ക് ഒഴിയും. എന്നാലും വാഹനങ്ങളൊക്കെ പോകുന്ന റൂട്ടാണല്ലോ, അവിടെയുള്ളൊരു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? 8 മണിയൊന്നും അതിന് മുന്നേ അതിന് ഒഴി. സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ഹെൽത്ത് നോക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് രാവിലത്തുള്ള ജോഗിങ്ങും നടത്തവും ഓട്ടവും അതിലുണ്ടാവുന്ന ഫ്രണ്ട്സുമായിട്ടുണ്ടാവുന്ന ഇൻട്രാക്ഷനും നമ്മുടെ മൈൻഡിനുണ്ടാവുന്ന ഒരു ഫ്രീ ആക്കി കൊടുക്കുന്ന ഇതുമൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു മെഗാ ഇവൻ്റ് ആണല്ലോ നടക്കാൻ പോകുന്നത്. ഓട്ടക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തൊക്കെ സേവനങ്ങൾ നൽകാൻ നമ്മുടെ വളണ്ടിയർമാർ റെഡിയാണ്? 21 കിലോമീറ്റർ ഓടുന്നതിനിടയിൽ ഒരു 7 ഹൈഡ്രേഷൻ പോയിൻ്റാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 100ഓളം വളണ്ടിയേഴ്സ് വ്യത്യസ്ത പോയിന്റുകളിൽ ഇവർക്ക് വെള്ളം കൊടുക്കാനും അവർക്ക് ഈ ഐസ് വെച്ച് കൊടുക്കാനും അതുപോലെ വേദന ഉള്ളവർക്ക് ഇത് ഫസ്റ്റ് എയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായി നല്ല തയ്യാറെടുപ്പാണ്. മാരത്തൺ ഓടി തിരിച്ചു വരുന്ന ആളുകളെ വളരെ ഹർഷാരവങ്ങളോട് സ്വീകരിക്കാൻ വേണ്ടി ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൻ്റെ ബാൻഡ് സെറ്റ് തയ്യാറായിട്ടുണ്ട്. ചേട്ടാ, അപ്പോൾ ഫസ്റ്റ് എഡിഷൻ നടക്കാൻ പോകുന്നു. ഇതൊരു തുടക്കം മാത്രമാണല്ലേ? അപ്പോൾ എല്ലാ വർഷവും ഇനി ഇത് വരും. ഇതൊരു വലിയൊരു, എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ല ഇന്ത്യയിലെ തന്നെ വലിയൊരു മാരത്തൺ റണ്ണായി മാറാൻ സാധ്യതയുണ്ട്.